സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ സമൂർത്തമായ നടപടികൾ സ്വീകരിക്കാൻ സഹകരണ വകുപ്പ് തയ്യാറാകണമെന്ന് സഹകാരികളിൽ നിന്നും ആവശ്യമുയരുന്നു. വൈവിധ്യങ്ങളുടെ സഹകരണ മേഖലയെ ചുരുക്കം ചില സഹകരണ സ്ഥാപനങ്ങളുടെ ക്രമക്കേടുകളുടെ പേരിൽ വരിഞ്ഞുമുറുക്കുമ്പോൾ 97-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൈവന്ന സംരക്ഷണം പോലും ഇല്ലാതായി. സർക്കാർ വകുപ്പ് പോലെ സഹകരണ മേഖലയെ മാറ്റുന്ന പല നിർദ്ദേശങ്ങളും പുതിയ സഹകരണ നിയമ ഭേദഗതിയിൽ കടന്നുകൂടിയിട്ടുണ്ട്. പുതിയ ചട്ടങ്ങൾ വിപുലമായ കൂടിയാലോചനകളിലൂടെയും ചർച്ചകളിലൂടെയും തയ്യാറാക്കിയില്ലെങ്കിൽ സഹകരണ മേഖല പിന്നോട്ടടിക്കുമെന്നാണ് സഹകാരികളുടെ നിലപാട്. വർഷങ്ങളായി നിലച്ച ജപ്തി നടപടികൾ സംഘങ്ങളുടെ കുടിശ്ശികയും നിഷ്ക്രിയ ആസ്തിയും വർദ്ധിപ്പിക്കാനിടയാക്കി. വായ്പയെടുത്താൽ അടച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന അവസ്ഥയിലേക്ക് സഹകാരികൾ എത്തി. പല സംഘങ്ങളും നഷ്ടത്തിലേക്ക് വന്നു. ചുരുക്കം ചില സംഘങ്ങളിൽ നിക്ഷേപം മടക്കി കൊടുക്കാൻ പറ്റാത്ത പ്രതിസന്ധിയുമുണ്ടായി. അത് സമീപ സഹകരണ സംഘങ്ങളെയും ബാധിച്ചു. പാലാ കിഴതടിയൂർ ബാങ്കിന്റെ പ്രതിസന്ധിയിൽ ഹൈക്കോടതിയുടെ പരാമർശങ്ങളുണ്ടായി. ഇതോടെ സഹകരണ വകുപ്പ് ഉണർന്നു തുടങ്ങിയിട്ടുണ്ട്. സെയിൽ ഓഫീസർമാർ ഇപ്പോൾ നടപടി ഊർജിതമാക്കിയിട്ടുണ്ട്. അപ്പോൾ വായ്പക്കാർ സഹകരണ മന്ത്രിക്കും സഹകരണ രജിസ്ട്രാർക്കും അപേക്ഷ നൽകി ഇളവും താമസവും വാങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. ലഭിച്ച അപേക്ഷകൾ നിജസ്ഥിതി പരിശോധന നടത്താതെ ഇളവ് അനുവദിക്കാൻ നിർദ്ദേശിക്കപ്പെടുകയാണ്. ഇത് സംഘങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയാണ്. പല സഹകരണ സ്ഥാപനങ്ങളും തുക ഈടാക്കാൻ നിലവിൽ സിവിൽ കോടതിയെ ആശ്രയിക്കുന്ന സ്ഥിതി സഹകരണ മേഖലയിൽ സംജാതമായിട്ടുണ്ട്. വീട് ജപ്തി ചെയ്യില്ല എന്ന സഹകരണ വകുപ്പിന്റെ മാനുഷിക സമീപനം വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു. 5 സെന്റിൽ താഴെ ഈട് നൽകിയെടുത്ത പല വായ്പകളും ജപ്തി ചെയ്താലും കിട്ടാനുള്ള തുക ഈടാക്കാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട്. ഇത് സാമൂഹ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കും. സംഘങ്ങൾ തിരിച്ചടവ് ശേഷി നോക്കി മാത്രം വായ്പ അനുവദിക്കുക, കുടിശ്ശിക വന്നാൽ ഉടനടി കടം വായ്പ കണക്ക് അവസാനിപ്പിച്ച് നടപടിയിലേക്ക് നീങ്ങുക എന്നതാണ് പ്രായോഗികമായി ഉണ്ടാകേണ്ട തിരുത്തൽ നടപടി എന്നാണ് സഹകരണ വിദഗ്ധരുടെ അഭിപ്രായം.